കാസർഗോഡ് കടന്നൽ കുത്തേറ്റിൽ അധ്യാപകൻ മരിച്ച സംഭവം. വെളാന്തോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ചാമുണ്ടിക്കുന്ന് സ്വദേശി വിജയനാണ് മരിച്ചത്. വീടിന് സമീപത്തു നിന്നാണ് കടന്നൽ കുത്തേറ്റത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കുഴിയിൽ വീണതോടെ കടന്നലുകൾ കൂട്ടമായി കുത്തുകയായിരുന്നു. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. ബൈജു, ഈ അതീവ മാരക പ്രഹരശേഷിയുള്ള ഒരു അപകടമാണ്. പ്രത്യേകിച്ച് ഈ കടന്നലുകൾ കുത്തിയാൽ മരണം വരെ സംഭവിക്കാം. പല അപകടങ്ങളും ദുരന്തങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഈ അധ്യാപകൻ വിജയന് സംഭവിച്ചത്? ടോമെ, രാജപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ, അതായത് മലയോര മേഖലയിലാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായത്. 11 മണിയോടുകൂടിയാണ് ഈ തുമ്പോടി എന്ന് പറയുന്ന ചാമുണ്ടിക്കുന്നിന് സമീപമുള്ള ഇദ്ദേഹത്തിന്റെ വീട്ടുപറമ്പിൽ മണ്ണ് കിളക്കുന്നതിനിടയിലാണ് ഈ മൺപുറ്റിലുണ്ടായിരുന്ന ഈ കടന്നൽ കൂട്ടം ഒന്നാകെ ഇളകി വരുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് അത് ഇവരെ 4 തൊഴിലാളികൾ കൂടി ഈ കാട് വൃത്തിയാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്നു, ഈ വിജയൻ എന്ന് പറയുന്ന അധ്യാപകനൊപ്പം. അങ്ങനെ ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ ഇദ്ദേഹം ഒരു കുഴിയിൽ വീഴുകയായിരുന്നു. അങ്ങനെ കൂട്ടമായി കടന്നൽ വന്ന് ഇദ്ദേഹത്തെ കുത്തുകയായിരുന്നു. ഏതായാലും ബന്തെടുക്കയിലെ ആശുപത്രിയിൽ ഇദ്ദേഹത്തെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെടുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ഇദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വെളാന്തോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. വിരമിക്കാൻ ഇനി 1 മാസത്തോളം മാത്രം ബാക്കിയുണ്ടാകുമ്പോഴാണ് ഇങ്ങനെ ഒരു ദാരുണമായ ഒരു മരണം ഉണ്ടായത്. എന്തായാലും ഈ മലയോര മേഖലയിൽ ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് 3.5 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ പാമ്പ് കുത്തി മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത്തരത്തിൽ അതിന്റെ ഒരു ആഘാതം വിട്ടുമാറുന്നതിന് മുമ്പ് തൊട്ട് പിന്നാലെ തന്നെയാണ് ഇങ്ങനെ ഒരു ദുരന്തം കൂടി ഉണ്ടായത് എന്ന് പറയേണ്ടി വരും. ഏതായാലും രാജപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇദ്ദേഹത്തെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചു. നാട്ടുകാരൊക്കെ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ അദ്ദേഹം അപ്പോഴേക്കും മരണപ്പെടുകയായിരുന്നു. കാരണം ഈ കുഴിയിൽ വീണത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് നിരവധി കുത്തുകൾ, ഈ കടന്നൽ കുത്തുകൾ ഏൽക്കേണ്ട സാഹചര്യം ഉണ്ടായി. അതാണ് ഈ മരണം സംഭവിക്കാൻ കാരണം എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഒപ്പം ഉണ്ടായിരുന്ന 4 പേർക്ക് കൂടി ഈ കടന്നലിന്റെ കുത്തേറ്റിരുന്നു. അവരിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരുടെ പരിക്ക് അത്ര ഗുരുതരമല്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്തായാലും വലിയ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് മലയോര മേഖല, കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലയിൽ നിന്നും ഇന്ന് കേൾക്കാൻ ഇടയായത്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരാഴ്ച മുൻപാണ് വളരെ വേദനിപ്പിക്കുന്ന 3.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടുമുറ്റത്ത് നിന്നും ഇങ്ങനെ പാമ്പ് കടിയേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 10 ദിവസത്തോളം ചികിത്സയിലായിരുന്ന കുട്ടി ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയായിരുന്നു. ആ ഒരു ആഘാതത്തിന് തൊട്ടു പിന്നാലെയാണ് ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം കൂടി ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ മൃതദേഹം ബന്തെടുക്ക പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ. ബൈജു, നമുക്കറിയാം ഒരു പാമ്പ് കടിച്ചാൽ പോലും അതിന് പ്രതിവിധിയുണ്ട്, കൃത്യമായ മരുന്നും ചികിത്സയുമുണ്ട്. പക്ഷേ ഇതുപോലെ കടന്നൽ അല്ലെങ്കിൽ ചെറിയ തേനീച്ചകൾ അതൊക്കെ കുത്തിക്കഴിഞ്ഞാൽ അതിവേഗത്തിൽ മരണം സംഭവിക്കാവുന്ന സാഹചര്യമാണ്. എന്താണ് ആരോഗ്യ വിദഗ്ധരൊക്കെ നൽകുന്ന വിവരം? ഇതുപോലെ ഒരു തേനീച്ചയോ അതല്ലെങ്കിൽ കടന്നലോ കുത്തിക്കഴിഞ്ഞാൽ അതിന് പെട്ടെന്നുള്ളൊരു ചികിത്സ എളുപ്പമാണോ? ടോമെ, അത് വളരെ പ്രധാനമാണ്. ഈ നമ്മളിപ്പോൾ സൂചിപ്പിച്ച ചാമുണ്ടിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലം, അവിടെ നിന്നും മികച്ച ഒരു ആശുപത്രി അല്ലെങ്കിൽ ഒരു ചികിത്സാ സംവിധാനം വേണമെങ്കിൽ 40 കിലോമീറ്ററോളം സഞ്ചരിച്ച് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തണം വിദഗ്ധ ചികിത്സ. കാരണം ടോം സൂചിപ്പിച്ചതുപോലെ ഇത്തരം കടന്നലുകളുടെ കുത്തേൽക്കുക അല്ലെങ്കിൽ ഈ പാമ്പ് കടിയേറ്റാൽ അത് വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കണം, അതിന്റെ ചികിത്സ നൽകണം, വിദഗ്ധ ഡോക്ടർമാരുണ്ടാകണം. അങ്ങനെ ഈ മലയോര മേഖലകളിൽ അത്തരം സംവിധാനങ്ങളില്ലാത്തത് വലിയ ആക്ഷേപത്തിനും പരാതിക്കുമാണ് ഇടയാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 40 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം ഇവർക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു അപകടമുണ്ടായാൽ ആശുപത്രിയിലെത്താൻ. അത് ജില്ലാ ആശുപത്രിയാണ്. അതിനുശേഷം 1 മണിക്കൂർ സഞ്ചരിച്ച് വേണം മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ, പരിയാരം മെഡിക്കൽ കോളേജിലെത്താൻ. ആ കുട്ടിയുടെ സംഭവത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത്. ഈ പാമ്പ് കടിയേറ്റ് കുട്ടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിയപ്പോൾ അവിടുന്ന് കാര്യമായ ചികിത്സയൊന്നും കിട്ടാത്ത സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് പിന്നീട് അവരെ 1.5 മണിക്കൂർ യാത്ര ചെയ്ത് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത്. പിന്നീട് വലിയ ഗുരുതരാവസ്ഥയിലേക്ക് ഈ കുട്ടി ആവുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെയാണ് മരണത്തിന് കീഴടങ്ങിയത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ കടന്നൽ കുത്തേറ്റ ഇദ്ദേഹത്തെ കൊണ്ടുപോയത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ്, ബന്തെടുക്കയുള്ള PHCയിലാണ്. അത് അല്ലെങ്കിൽ 40 കിലോമീറ്റർ സഞ്ചരിച്ച് ജില്ലാ ആശുപത്രിയിൽ എത്തണം. വളരെ പെട്ടെന്ന് തന്നെ ഇതിന് കൃത്യമായ ചികിത്സ നൽകണം എന്നതാണ് ഏറ്റവും പ്രധാനം. അല്ലെങ്കിൽ വിഷം അത് വലിയ തോതിൽ വ്യാപിക്കും, പിന്നീട് രക്ഷിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെ അപകടകരമായ അല്ലെങ്കിൽ ഗുരുതരമായ പരിക്കുകൾ ഏതെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ മികച്ച ചികിത്സ കിട്ടാത്തത് വലിയ ആക്ഷേപമാണ്. ഈ മലയോര മേഖലകളിലൊക്കെ അത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനിടയിൽ
കുറച്ച് നാൾ മുൻപാണ് വലിയൊരു വാഹനാപകടം ഉണ്ടായത്. 30ഓളം പേർക്ക് പരിക്കേക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്രയും വലിയൊരു കാഷ്വാലിറ്റി ഉണ്ടായപ്പോൾ അത് താങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഈ മലയോര മേഖലകളിലുണ്ട്. അവിടെ നിന്നും ഇത് പറഞ്ഞതുപോലെ തന്നെ 1 മണിക്കൂർ 1.5 മണിക്കൂർ സഞ്ചരിച്ചാണ് പിന്നീട് അവരെ ആശുപത്രിയിൽ എത്തുന്നത്. അപ്പോഴേക്കും 4ഓളം ജീവനുകൾ നഷ്ടപ്പെട്ടിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ചികിത്സ ലഭിക്കണം എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അത്തരം സൗകര്യങ്ങളൊന്നും തന്നെ ഈ മലയോര മേഖലകളിലില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പാടത്തൂർ, ബന്തെടുക്ക, കുറ്റിക്കോൽ, കുന്നകുഴി തുടങ്ങിയ ഭാഗങ്ങളിലുള്ളവരുടെ ഏറ്റവും വലിയ പ്രയാസം അതാണ്. നേരത്തെ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്തതുപോലെ ഇടിമിന്നലൊക്കെ ഏറ്റാൽ ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ആ ചികിത്സ ലഭിക്കണമെങ്കിൽ ഇത്തരത്തിൽ 1.5 മണിക്കൂറെങ്കിലും യാത്ര ചെയ്യണം. അതും ആംബുലൻസ് സൗകര്യങ്ങളൊക്കെ വളരെ പരിമിതമാണ് ഈ മലയോര പ്രദേശങ്ങളിൽ. രാത്രികാലമായാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഈ അപകടം സംഭവിച്ചാൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ കടന്നൽ കുത്തേറ്റാൽ, അല്ലെങ്കിൽ പാമ്പ് കടിയേറ്റാൽ, അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഇവർക്ക് മികച്ച ചികിത്സ കിട്ടുന്നില്ല എന്ന വലിയ ആക്ഷേപം തന്നെയാണ് ഉയരുന്നത്. ഈ കേസിലും അത് തന്നെയാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്കാണ് ഇത്രയും ഗുരുതരമായ പരിക്കേറ്റ അല്ലെങ്കിൽ കൂട്ടത്തോടെ കടന്നലുകൾ ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ അധ്യാപകൻ നേരെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച ചികിത്സാ സംവിധാനം മലയോര മേഖലകളിൽ ഒരുക്കണമെന്നൊരു ആവശ്യമാണ് ഉയരുന്നത് കേട്ടോ. വ്യക്തമാണ്. KV ബൈജു ആണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.